പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അവസാനം ജൂലൈ 2-ാം തീയതി കേരളത്തിലെ സതീശൻ്റെ നേതൃത്വത്തിലുള്ള വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 500 കോടി രൂപയുടെ തോട്ടണ്ടി അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യാനുള്ള അനുവാദം നൽകി. കേരള ഹൈക്കോടതി ജഡ്ജ് എ ബദറുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള അവിടെയാണ്, ആ കോടതിയിലാണ്, 1D എന്ന് പറഞ്ഞ കോടതിയിലാണ് ഈ ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം സതീശൻ സർക്കാർ അറിയിച്ചത്. പക്ഷെ അന്ന് തന്നെ നമുക്കൊരു ചെറിയ സംശയം തോന്നി. ആ തീരുമാനം അറിയിച്ചെങ്കിലും ഉത്തരവ് ഹാജരാക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി തരണം എന്ന് സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ബഹുമാനപ്പെട്ട കോടതിയിൽ പറയുകയും കോടതി ആ വാദം അംഗീകരിക്കുകയും ചെയ്തു. അവിടെ തന്നെ നമുക്കൊരു ചെറിയ കല്ലുകടി തോന്നി. എന്താ കാരണം? കല്ലുകടി തോന്നിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 2-ാം തീയതി പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകണം എന്നുള്ള തീരുമാനം കോടതി എടുത്തിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നേരത്തെ ഉത്തരവുണ്ടാക്കുകയും ആ ഉത്തരവ് 2-ാം തീയതി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ പറയുക. എന്നാൽ അതിന് വിരുദ്ധമായി തീരുമാനം ഞങ്ങൾ അറിയിക്കുന്നു, പക്ഷേ ഈ ഉത്തരവ് ഹാജരാക്കാൻ ഏതാനും ദിവസങ്ങൾ വേണമെന്ന് പറയുകയും കോടതി എനിക്ക് തോന്നുന്നു 7-ാം തീയതി വരെ അതിനുണ്ട് സമയം കൊടുക്കും. അപ്പോൾ അതൊരു കല്ലുകടിയായിട്ടു. ഞാൻ എന്താണ് ഉത്തരവ് കോടതിയിൽ സമർപ്പിക്കാതിരുന്നത്? ഉത്തരവ് കോടതിയിൽ സമർപ്പിക്കേണ്ടതല്ലേ? സുഹൃത്തുക്കളെ, അത്ഭുതകരമെന്ന് പറയട്ടെ, ആ ഉത്തരവ് പുറത്തു വന്നു. ആ ഉത്തരവ് പുറത്തു വന്നത് എങ്ങനെയാണെന്നറിയാവോ? 2-ാം തീയതി ഏതാണ്ട് 10-10:30 ആയപ്പോഴത്തേക്കാണ് AG കോടതിയിൽ ഈ ഉത്തരവ് ഏതാനും ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കാം എന്ന് പറയുന്നത് കോടതി അത് അംഗീകരിക്കുന്നു. ആ ഉത്തരവ് ഹാജരാക്കാമെന്ന് AG കോടതിയിൽ പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, ഏതാണ്ടൊരു 12:30 മണി സമയമായപ്പോൾ, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയും INTUC സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ ഒരു പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിൽ വെച്ച് ആ ഉത്തരവിൻ്റെ ഉള്ളടക്കം അദ്ദേഹം പത്രലേഖകർക്ക് വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക്. അതായത് ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ പ്രോസിക്യൂട്ട് ചെയ്ത ഉത്തരവ് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല സർക്കാർ. അതിന് സമയം ചോദിച്ചിരിക്കുകയാണ് കോടതി അത് അനുവദിക്കുകയും ചെയ്തു. ആ ഉത്തരവ് ആരെയാണോ വിചാരണ ചെയ്യേണ്ടത്, ഏത് പ്രതിയാണോ വിചാരണ ചെയ്യേണ്ടത്, ആ പ്രതിയുടെ കയ്യിൽ കോടതിയിൽ പോലും സമർപ്പിക്കാത്ത ആ ഉത്തരവ് വരുന്നു. അയാൾ അതിൻ്റെ ഉള്ളടക്കങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. സുഹൃത്തുക്കളൊന്ന് ആലോചിക്കും, ഇത്ര ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണിത്. കാരണം പ്രതിക്കത് കൊടുക്കേണ്ട കാര്യവുമില്ല. പ്രതി ഇതിനകത്ത് ഭാഗവാക്കല്ല. ഇത് പരാതിക്കാരൻ കടകംപള്ളി മനോജും സംസ്ഥാന സർക്കാരും തമ്മിലുള്ളതാണ് ഈ കേസ്. ആ കേസിൽ സംസ്ഥാന സർക്കാർ ആർ ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവ് ഇറക്കിയാൽ ആ ഉത്തരവ് വാദിക്കും, കോടതിക്കും CBIക്കും ഒക്കെയാണ് അത് കിട്ടേണ്ടത്. അത് പ്രതിയുടെയിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. പ്രതി അത് പിന്നീട് കോടതിയോട് ആവശ്യപ്പെട്ട് അത് വാങ്ങുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഈ ഉത്തരവ് കോടതിയിൽ പോലും സമർപ്പിക്കുന്നതിന് മുമ്പ്, ന്യായാധിപൻ്റെ മുന്നിൽ പോലും എത്തുന്നതിന് മുമ്പ് ആ ഉത്തരവ് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രതി വായിക്കുകയാണ് പത്രസമ്മേളനം. ഇത് കേട്ടുകഴിവുണ്ടോ സുഹൃത്തുക്കളെ? എന്ന് ആലോചിച്ചു. അപ്പോൾ അത് തന്നെ വലിയൊരു ഞെട്ടലുളവാക്കും. എന്നാൽ അതിനേക്കാളും വലിയ ഞെട്ടൽ എവിടെയാണ് ഉണ്ടായെന്നറിയാമോ? ആ ഉത്തരവിലെ ഉള്ളടക്കം വായിച്ചപ്പോഴാണ് സുഹൃത്തുക്കളെ ആ ഞെട്ടൽ വല്ലാതെ കൂടിയത്. ആ ഉള്ളടക്കം വായിച്ചപ്പോൾ എന്താ മനസ്സിലായെന്നറിയാമോ? ഇത് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുന്ന ഒരു ഉത്തരവാണെങ്കിലും ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രതിക്ക് അനുകൂലമാണ് സുഹൃത്തുക്കളെ. ആ ഉത്തരവ് യഥാർത്ഥത്തിൽ വായിച്ചാൽ, ആ ഉത്തരവ് കോടതിയിൽ സമർപ്പിച്ചിരുന്നെങ്കിൽ അടുത്ത സിറ്റിങ്ങിൽ തന്നെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെടുമായിരുന്നു. അത്രയ്ക്ക് ദുർബലമായിട്ടുള്ള, പ്രതിക്ക് അനുകൂലമായിട്ടുള്ള വാദഗതികൾ മാത്രം കുത്തി നിറച്ച ഒരു ഉത്തരവാണ് സർക്കാർ ഇറക്കിയത്. ആ ഉത്തരവ് കോടതിക്ക് മുമ്പിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പ്രതിയുടെ കയ്യിലെത്തുന്നു. പ്രതി അത് പത്രലേഖകർക്ക് വായിച്ചു കൊടുക്കുന്നു.
ഇത് നിയമവിദഗ്ധരുമായിട്ട് ഞാനൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവരുടെ ഒന്നും പിന്നെ ചരിത്രത്തിൽ ഇതുപോലൊരു ഉത്തരവ് അവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. കോടതിയെ ആദ്യാവസാനം വെല്ലുവിളിക്കുന്നു. അതായത് നമുക്കറിയാമല്ലോ കശുവണ്ടി അഴിമതി കേസ് എത്രയോ ഏജൻസികൾ അന്വേഷിച്ചു, എത്രയോ കോടതികളത് പരിശോധിച്ചു. കീഴ്ക്കോടതി പരിശോധിച്ചു, ഹൈക്കോടതി പരിശോധിച്ചു, സുപ്രീം കോടതി പരിശോധിച്ചു. അതെല്ലാം പരിശോധിച്ച് അഴിമതിന് തെളിവുണ്ടെന്ന് കണ്ട് അത് വിചാരണയ്ക്ക് വിടണം എന്നുള്ള CBIയുടെ 2020 മുതലുള്ള ആവശ്യം നമ്മൾ ഓർക്കണം. 2020 CBI ഇത് ആവശ്യപ്പെട്ടത്. 3 തവണ പിന്നെ പിണറായി സർക്കാർ അനുവാദം നിഷേധിച്ചു, 1 തവണ UDF സർക്കാർ അനുവാദം നിഷേധിച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ കോടതി കണ്ണുരുട്ടിയതിനെ തുറന്നിട്ടാണ് ഈ വിചാരണയ്ക്ക് അനുകൂലമാണെന്നുള്ള ഉത്തരവ് കോടതിയിൽ സമർപ്പിച്ചത്. ആ കോടതി ഉത്തരവ് പച്ചയ്ക്ക് തന്നെ സ്റ്റേ ചെയ്യപ്പെടാവുന്ന ഒരു ഉത്തരവാണെന്ന് മാത്രമല്ല, ആ കോടതി ഉത്തരവിൽ ആദ്യാവസാനം എഴുതി വച്ചിരിക്കുന്നത് പ്രതിക്ക് അനുകൂലമായിട്ടാണ്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഉത്തരവ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? പ്രതിക്ക് അപ്പീലിനുള്ള അനുവാദവും കൂടി നൽകുന്നു എന്നാണ് ഈ സർക്കാരിൻ്റെ ഉത്തരവ് പറയുന്നത്. ആലോചിച്ചു, എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. പ്രതിക്ക് വേണ്ടി പ്രതിയെ വിചാരണ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഉത്തരവ് അവസാനിക്കുന്നത് പ്രതിക്ക് അപ്പീൽ കൊടുക്കാനുള്ള അവസരവും കൂടി നൽകിക്കൊണ്ട് എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ആ ഉത്തരവിൽ കോടതി എങ്ങനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയൊന്ന് നമ്മൾ പിന്നെ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഉത്തരവിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഉത്തരവിൽ ഇതിൻ്റെ പശ്ചാത്തലം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലം മുഴുവൻ പറഞ്ഞ് അതിൻ്റെ ഏതാണ്ടൊരു അവസാനത്തിന് തൊട്ടു മുമ്പുള്ള പേജിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ആൻഡ് whereas the government find that the orders of the High Court caveating direction to the government to accord prosecution sanction have entered the domain of prosecution authority. അതായത് ഈ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പോരെ. സംസ്ഥാന സർക്കാർ പറയുകയാണ് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ കോടതി പറഞ്ഞു, സാങ്ഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നതിന് പകരം പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള സർക്കാരിൻ്റെ കോടതിയുടെ ഉത്തരവ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അതോറിറ്റിയുടെ മേഖലയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് കോടതിയെ വെല്ലുവിളിക്കുന്നു. ആർക്ക് വേണ്ടി? പ്രതിക്ക് വേണ്ടി. ഇനി അടുത്ത സെൻസ് എന്താണ്? ആൻഡ് whereas the orders of the Honorable High Court is caveating a direction to the government to abdicate their application of mind and follow the orders of the Honorable High Court. അതായത് ഈ പ്രതിയെ പ്രോസിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഉപയോഗിക്കാനുള്ള അവകാശത്തിനുമേലും ഹൈക്കോടതി കടന്നു കയറിയിരിക്കുന്നു. ഹൈക്കോടതിയെ വെല്ലുവിളിക്കുകയാണ്. ആർക്ക് വേണ്ടി? 500 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള പിന്നെ പ്രതി ആർ ചന്ദ്രശേഖരന് വേണ്ടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. എന്നിട്ട് അടുത്ത പാരഗ്രാഫാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സംഭവം. അക്കോർഡിംഗ്ലി ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഓർഡർ ഓഫ് ദ ഓണറബിൾ ഹൈക്കോർട്ട് അറൈവിംഗ് അറ്റ് എ സ്റ്റേജ് ഓഫ് ഇനിഷ്യേഷൻ ഓഫ് ദ കണ്ടന്റ് പ്രൊസീഡിംഗ്സ് വെയർ ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള assumed the role of trial court in having assessed the evidences. പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവ് ഇറക്കുന്ന പ്രോസിക്യൂഷൻ സാങ്ഷനുള്ള ഉത്തരവ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ കോടതിയുടെ മേഖലയിലേക്ക് കടന്നു കയറുകയും തെളിവുകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രതിക്ക് അനുകൂലമായിട്ട് പറയുകയാണ് സർക്കാരിന് അതിനുള്ള യാതൊരു ബാധ്യതയില്ല. സർക്കാരിനോട് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ പറയുന്നത് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ സർക്കാരിനുള്ളൂ. അവിടെയും പ്രതിക്ക് വേണ്ടി പറയുന്നു. ട്രയൽ കോടതിയുടെ അവകാശാധികാരങ്ങളിലേക്ക് കടന്നു കയറി. എന്നിട്ട് എന്താ പറയുന്നത്? ദ ഗവൺമെന്റ് ഈസ് കൺസ്ട്രെയിൻഡ് ടു അക്കോർഡ് ദ പ്രോസിക്യൂഷൻ സാങ്ഷൻ. വി ആർ കൺസ്ട്രെയിൻഡ് എന്നാണ് പറയുന്നത്. വെച്ചാൽ ഞങ്ങളുടെ മേൽ സമ്മർദ്ദമുണ്ടായി എന്നാണ് പറയുന്നത്. However, without application of mind and forced to be in compliance of the orders in the contempt petition in judgment dated 10/4/2026. അതായത് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇല്ലാതെ, അതായത് ഈ വിഷയം
ഗൗരവമായി പരിശോധിക്കാൻ കഴിയാതെ ഹൈക്കോടതിയുടെ ഉത്തരവ് മൂലം പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാവുന്നു അവരെഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രതിക്ക് അനുകൂലമായി വിചാരണ കോടതിയിലേക്ക് കടന്നു കയറി എന്ന് പറയുന്നു. ഈ വിഷയം സംബന്ധിച്ച് പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് നടത്താൻ കഴിയാതെ ഹൈക്കോടതി ഉത്തരവിൻ്റെ ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല സുഹൃത്തുക്കളെ. അപ്പോൾ പ്രതിക്ക് വേണ്ടി സതീശൻ സർക്കാർ എവിടം വരെ പോകുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു വലിയ അഴിമതി, കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതികളെ വിചാരണ ചെയ്യാൻ 2020 CBI എന്ന് പറഞ്ഞ ഏജൻസി കൊടുത്ത ആ കേസിൽ, ആ ആവശ്യത്തിന്മേൽ പ്രതി എല്ലായിടത്തും പോവുക. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ പോന്നു, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ പോന്നു, അവിടെ എല്ലാം പോയി പരാജയപ്പെട്ടിട്ട് തിരിച്ചു വന്ന് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ കോടതിയുടെ ഉത്തരവ് പ്രകാരം സർക്കാർ നിർബന്ധിതരാകുമ്പോൾ ആ സർക്കാർ വന്നിട്ട് പ്രതിക്ക് അനുകൂലമായി പറയുകയാണ് സുഹൃത്തുക്കളെ. ഒന്നാമതായി പറയുന്നത് എന്താ? പ്രോസിക്യൂഷൻ അതോറിറ്റി കൊടുക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിന്മേൽ കടന്നു കയറുന്നു. ഇത് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഉപയോഗിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിൽ കടന്നു കയറുന്നു. ഇത് ട്രയൽ കോർട്ടിൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുന്നു. അതിനെ തുടർന്ന് കോടതി ഈ ആവശ്യം ഉന്നയിച്ചതിനാൽ ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ചെലുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എന്താ? The government has deemed it fit to accord prosecution sanction against A1 and A3, however, with rights to file the appeal. ഇതെല്ലാം ചെയ്തതിന് ശേഷം, ഈ കോടതിയെല്ലാം വെല്ലുവിളിച്ചതിന് ശേഷം എന്താ പറയുന്നറിയോ? പ്രതികൾക്ക് അപ്പീൽ കൊടുക്കാനുള്ള അവകാശത്തോടുകൂടി ഞങ്ങൾ സാങ്ഷൻ തരുന്നു. സുഹൃത്തുക്കളെ, എത്ര ഭീകരമാണ് ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഉത്തരവ് കോടതി അംഗീകരിച്ചിരുന്നുവെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ഇത് കോടതിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അപ്പോഴേ സ്റ്റേ ചെയ്തു പോകും. കാരണം എന്താണ്? സർക്കാർ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്ത സർക്കാർ തന്നെ പറയാണ് ഞങ്ങൾ ഇറ്റ് വാസ് ഡൺ വിത്തൗട്ട് പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇല്ലാതെ ചെയ്ത ഒരു ഉത്തരവ് നിലനിൽക്കുമോ സുഹൃത്തുക്കൾ? അതപ്പോഴേ സ്റ്റേയിലേക്ക് പോകില്ലേ? അപ്പോൾ അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട്, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ആർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ പ്രതിയുടെ അഭിഭാഷകനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഉള്ളടക്കം ഈ VD സതീശൻ സർക്കാർ ഒരു ഉത്തരവാക്കി ഇറക്കി എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ സുഹൃത്തുക്കളെ? ഒരു അഴിമതി കേസിൽ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കുമ്പോൾ ആ അഴിമതി കേസിലെ പ്രതിക്ക് വേണ്ടി ഹൈക്കോടതിയുടെ അവകാശാധികാരങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിക്ക് അപ്പീൽ നൽകാനുള്ള അവകാശത്തോടുകൂടി ഈ നിലപാടുകളുടെ രാജകുമാരൻ, ഈ നാടിനു വേണ്ടി പടനയിച്ച ഈ സതീശൻ സർക്കാർ ഇത് ചെയ്യുന്നത് എത്ര ഭീകരമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വലിയ അട്ടിമറികൾ ഇതിൻ്റെ ഈ ഉത്തരവിറങ്ങുന്നതിന് പുറകിൽ നടന്നിട്ടുണ്ട്. ആ അട്ടിമറികൾ ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.